ഇന്ന് വഴുതന ഫ്രൈ ആണ് ഇന്നത്തെ ഡിഷ്. വഴുതന ഇഷ്ടപ്പെടുന്നയാൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം വഴുതന പൊരിച്ചത്. അപ്പോൾ അത് ആദ്യമായിട്ട് ഇതിന് വലിയൊരു വഴുതന എടുക്കണം, വലിയ ടൈപ്പ് വഴുതന. അത് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ അത് സൈഡ് വെച്ചിട്ട് ഈ കാണുന്ന ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല, വളരെ സിമ്പിൾ പരിപാടിയാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത്രയേ ഉള്ളൂ. ഇതിടുക, എണ്ണയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കുക. മീൻ കഷ്ണം പൊരിച്ചെടുക്കുന്ന പോലെ പൊരിച്ചെടുത്താൽ മതി. ഒരു പണിയില്ല, വളരെ സിമ്പിൾ. ആവാനൊരു 5 മിനിറ്റ് മതി. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗം മറിച്ചിടുക. സംഗതി റെഡി. നമുക്കിത് ആക്കിയെടുക്കാനും എളുപ്പമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് കട്ടിങ്, ഫ്രൈയിങ് എല്ലാം കൂടെ ഒരു 10, മാക്സിമം ഒരു 10-12 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു കറി അതിൻ്റെ കൂടെ ഈ വഴുതന മതി. അച്ചാറും പപ്പടവും ഉണ്ട്, സൂപ്പറാണ്. ഇപ്പോൾ ഇവിടെ ചോറിൻ്റെ കൂടെ ഞാൻ കാബേജിൻ്റെ ഒരു തോരനും ഈ വഴുതന ഫ്രൈയും എടുത്തത്. ചപ്പാത്തീൻ്റെ കൂടെയും കഴിക്കാം, ഡ്രൈ ആണെന്നെങ്കിലും. അപ്പം ഉണ്ടാക്കി നോക്കുക. എൻജോയ് ആൻഡ് ടേക്ക് കെയർ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. കാണാം. ഈറ്റ് ആൻഡ് സീല് പുതിയ